സംസ്ഥാനത്ത് ശക്തിപ്രകടനങ്ങൾ റിപ്പോർട്ടിംഗിന്റെ ഭാഗമാക്കാൻ AICC നിരീക്ഷകർ സംസ്ഥാനത്തുണ്ടായിരുന്നപ്പോൾ നടന്ന പ്രകടനങ്ങളെക്കുറിച്ച് റിപ്പോർട്ടിൽ പരാമർശിക്കും. ശക്തിപ്രകടനങ്ങളിൽ രാഹുൽ ഗാന്ധി കടുത്ത അതൃപ്തി അറിയിച്ചിരുന്നു. PR അരവിന്ദ് വിവരങ്ങൾ വെച്ചിരുന്നു. അരവിന്ദ്, അപ്പോൾ KPCC ആസ്ഥാനത്തിന് മുന്നിലെ കൂറ്റൻ ഫ്ലക്സ് ഒക്കെ ഈ AICC നിരീക്ഷകരെ കാണിക്കാനാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ കരുതിയിരുന്നില്ല. പക്ഷെ അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു അല്ലേ അരവിന്ദ്? കാശ്മീർ എന്തായാലും സംസ്ഥാനത്ത് നടന്ന ശക്തി പ്രകടനങ്ങൾ കൂടി തങ്ങളുടെ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്താനാണ് ഇപ്പോൾ AICC നിരീക്ഷകർ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് തന്നെ ഈ റിപ്പോർട്ട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെക്ക് നൽകും. പ്രധാനമായും MLA-മാരുടെ പിന്തുണയും അതോടൊപ്പം തന്നെ ഘടകകക്ഷികളുടെ കൂടി പിന്തുണയായിരിക്കും റിപ്പോർട്ടിൽ ഉണ്ടാവുക എന്നതായിരുന്നു ആദ്യം വ്യക്തമാക്കിയിരുന്നത്. പക്ഷേ സംസ്ഥാനത്ത് നടന്ന ശക്തി പ്രകടനങ്ങൾ കൂടി ഉൾപ്പെടുത്താൻ, അല്ലെങ്കിൽ സംസ്ഥാനത്തെ പ്രവർത്തകരുടെ അടക്കം വികാരം ആർക്കൊപ്പമെന്ന് വ്യക്തമാക്കാൻ തന്നെയാണ് AICC നിരീക്ഷകർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൽ കൂടി ഈ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തുവാൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും നമുക്കറിയാം, സംസ്ഥാനത്ത് VD സതീശന് വേണ്ടിയായിരുന്നു ഏറ്റവും അധികം ശക്തി പ്രകടനങ്ങൾ നടന്നത്. വലിയ രീതിയിലുള്ള പിന്തുണ പ്രവർത്തകർക്കിടയിൽ VD സതീശനുണ്ടായിരുന്നു. അപ്പോൾ ഈ റിപ്പോർട്ടിൽ ഈ ശക്തി പ്രകടനങ്ങൾ ഉൾപ്പെടുത്തുമ്പോൾ അത് ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളിയായി ഉയരാനുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. കാരണം MLA-മാരുടെ പിന്തുണയ്ക്കപ്പുറം പ്രവർത്തകരുടെ ഒരു വികാരം കൂടി പരിഗണിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ഹൈക്കമാൻഡ് പോകും. നേരത്തെ ഈ നടന്ന ശക്തി പ്രകടനങ്ങളടക്കം രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ ഹൈക്കമാൻഡ് അടക്കം ചില അതിർത്തികൾ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ശക്തി പ്രകടനങ്ങളിൽ പ്രവർത്തകരുടെ കൂടി വികാരം ഹൈക്കമാൻഡ് ഇനി പരിഗണിക്കുമോ എന്നതാണ് ഇനി ഉറ്റുനോക്കേണ്ടത്. എന്തായാലും ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ഈ റിപ്പോർട്ട് ഈ നിരീക്ഷകർ കോൺഗ്രസ് അധ്യക്ഷന് കൈമാറുമെന്ന് മനസ്സിലാകുന്നു. അതിനുശേഷം രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും ഈ റിപ്പോർട്ട് പരിശോധിച്ച ശേഷം കേരളത്തിലെ നേതാക്കളെ ഡൽഹിക്ക് വിളിപ്പിക്കും. അതിനുശേഷമായിരിക്കും ഒരു ഔദ്യോഗിക പ്രഖ്യാപനം ആരായിരിക്കണം കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. നിലവിൽ ഏറ്റവും അധികം പിന്തുണ MLA-മാരുടെ പിന്തുണ KC വേണുഗോപാലിനാണെന്ന് വ്യക്തമായി കഴിഞ്ഞു. ഈ നിരീക്ഷകർ പുറത്തിറങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന ചിത്രങ്ങളടക്കം ഇപ്പോൾ പുറത്തു വരുമ്പോഴും അത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഈ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്താൻ പോകുന്ന ശക്തി പ്രകടനങ്ങളും അതുപോലെ തന്നെ കേരളത്തിലുള്ള പ്രവർത്തകരുടെ വികാരമടക്കം ആർക്കായിരിക്കും അനുകൂലം, അതുപോലെ തന്നെ അത് ഹൈക്കമാൻഡ് പരിഗണിക്കുമോ എന്നതാണ് ഇനി ഉറ്റുനോക്കേണ്ടത്. എന്തായാലും ഇതുകൂടി ഇപ്പോൾ ഈ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തുമെന്നതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.